ആത്മീയ ജീവിതത്തിൽ ഗാന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു? ഗാനമേളയ്ക്ക് പോകുന്ന സമയത്തും ഞാൻ ആത്മീയത വിട്ടിട്ടില്ല. കാരണം വെച്ചാൽ വീട്ടിലെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗാനമേളയ്ക്ക് തകർത്തടിച്ച് പാടും, ആരാധന ഉണ്ടാകുന്നിടത്തും കുർബാനയുണ്ടെങ്കിൽ കുർബാനയ്ക്കും പോകും. അതിൻ്റെ ഇടയ്ക്ക് വേറെന്ത് കേസ് കല്യാണ കുർബാനയുണ്ട് അങ്ങോട്ട് പോകും. ഇതെല്ലാം ഞാൻ തന്നെ ഇങ്ങനെ ചെയ്ത് വന്നു. അങ്ങനെ ആത്മീയത വിടാതെ ഗാനമേളയിൽ ഇങ്ങനെ പോയി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചനെ കാണുന്നത്. അപ്പോൾ ഈ കുമളിയിൽ ധ്യാനകേന്ദ്രമുണ്ട്, ബെനഡിക്റ്റൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ദിവസം പാട്ടുകാരനില്ലാതെ വന്നു ധ്യാനത്തിന്. അപ്പോൾ ധ്യാനത്തിന് പാട്ടുകാരനില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒത്തിരി പേരെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പാട്ടുകാരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയില്ല. ധ്യാനം നടക്കണമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരച്ഛൻ പറഞ്ഞു, നമ്മളിങ്ങനെ കലയന്താനി പള്ളിയിൽ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ച് അവിടെ ഇങ്ങനെ കീബോർഡൊക്കെ വായിച്ച് പാട്ട് പാടുന്ന കണ്ടില്ലേ, ആ കൊച്ചിനെ പറ്റി ഒന്ന് അന്വേഷിച്ചാലോ, നമുക്ക് തൽക്കാലം ഒരാളെ കിട്ടിയാൽ പോരെ. അപ്പോൾ ഞാൻ അറിയുന്നൊരു ബ്രദർ അവിടെ ഉണ്ടാകും, ഉണ്ണി ബ്രദർ പറഞ്ഞു അത് സോണി ചേച്ചി എനിക്കറിയാവുന്ന, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ബ്രദർ എന്നെ വിളിച്ചു, സോണി ചേച്ചി ഇങ്ങനെ ഒരു ധ്യാനം മുടങ്ങിക്കിടക്കുക, ഒന്ന് സഹായിക്കും. ഞാൻ പറയും ബ്രദറെ പാടിയിട്ട് ധ്യാനത്തിനൊന്നും ഞാൻ നിന്നിട്ടില്ല, ഈ ചുമ്മായി കുറച്ച് പാട്ട് ഭക്തിഗാനം പാടുന്നത്, എനിക്ക് ധ്യാനകാര്യങ്ങളൊന്നും അറിയാം. അപ്പം പറഞ്ഞു സാരമില്ല ഞങ്ങൾ സഹായിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അന്ന് ആ ധ്യാന ശുശ്രൂഷയ്ക്കകത്ത് ഇങ്ങനെ ഒരു രാത്രി ആരാധന പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചൻ അവിടെ പ്രസംഗത്തിന് വരുന്നത്. അച്ഛൻ എൻ്റെ വിളിച്ചു, മോളാണോ പാടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു അതെ ഞാൻ പേടിച്ചാൽ ഞാൻ നിൽക്കുന്നത്, കാരണം അച്ഛൻ ആരാന്ന് എനിക്കറിയാം. അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചൻ ഞാൻ പണ്ട് തൊട്ടേ കേട്ട ഫോട്ടോയിലെ അച്ഛൻ അതെല്ലാ കാര്യം അറിയാം. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനാ പാടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു പാട്ടൊന്ന് പാടിക്കുക. അപ്പോൾ ഞാനെന്നിട്ട് ഇങ്ങനെ ലൈവായിട്ടൊരു പാട്ട്, ആരാധനയുടെ നിമിഷങ്ങളും ഒരു പാട്ടൊക്കെ ചുമ്മാ അവിടെ പാടി. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ എന്തോ ഒരു താല്പര്യം പോലും അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ഈ ടോക്കിൻ്റെ സമയത്ത് ബൈബിൾ ഒന്ന് എടുക്കാൻ കൂടാവോ? അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് വലിയ പിടുത്തമില്ല, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാമെന്ന് അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ വന്ന് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സൈഡിൽ അവിടെ ഇരുത്തി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ പറഞ്ഞു, ഞാൻ ചാടി എടുക്കും, ഓരോ മിനിറ്റിനുള്ളിൽ ഞാൻ എടുക്കും. ആരാധനയും കാര്യങ്ങളും ടോക്കെല്ലാം സൂപ്പറായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു അതേ നമ്പർ ഒന്ന് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തു. കുറേ നാൾ ഇങ്ങനെ കടന്നു പോയി കഴിയുമ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അതേ സോണിയ, നമുക്ക് രാജകുമാരിപ്പള്ളി ഹൈറേഞ്ചിലെ മരിയൻ തീർത്ഥാടകൻ്റെ ഏറ്റവും ടോപ്പാണ് രാജകുമാരിപ്പള്ളി, അവിടെ എനിക്കൊരു 6 ദിവസം കൺവെൻഷനുണ്ട്, എന്നെ സഹായിക്കാവോ ധ്യാനത്തിനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം. വന്നിട്ട് നാളെ അച്ഛനൊരു തീരുമാനം എന്നോട് പറയണം, ഞാൻ ഇനി ഗാനമേളയ്ക്ക് പോകണോ അതോ ധ്യാനം തുടരണോ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും ഹസ്ബൻഡിനും കൂടെ ചെന്ന് ചെയ്തപ്പോൾ ധ്യാനത്തിന് തുടങ്ങുന്നതിന് എപ്പോഴും ഞങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അച്ഛൻ കുറച്ച് നേരം എൻ്റെ തലയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ അറിയാതിരുന്ന് കരയുക. കരഞ്ഞെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ കരഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നേ ഇല്ല. അച്ഛൻ എന്നോട് പറയുന്നു സോണിയ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലും പിടിച്ചിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊന്തയും ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് അച്ഛാ ഞാൻ എന്നാ ചെയ്യേണ്ടത്, ഞാൻ ധ്യാനത്തിനാണോ പാടേണ്ടത് അതോ ഞാൻ ഗാനമേളയ്ക്കാണോ ചോദിച്ചു. അച്ഛനോട് പറയും സോണിയ ഇനി ഗാനമേളയ്ക്ക് പാടല്ല കേട്ടോ എന്ന് പറഞ്ഞു. സോണിയായി അതിനല്ല ദൈവം വെച്ചേക്കുന്നത്, ഈ ശബ്ദം ഇതാർക്കുള്ളതെന്നറിയാവോ? ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വിങ്ങിയായി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്, ഇത് ദൈവത്തിനുള്ള, ഇത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഇനി ഉപയോഗിച്ചേക്കല്ലെന്ന് പറഞ്ഞു. അന്ന് ആ ശുശ്രൂഷകൾ ഞങ്ങൾ 6 ദിവസം നടത്തി. 6 ദിവസം ഓരോ ദിവസവും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ പാടുന്നു, അച്ഛനറിയാതെ വചനം പറയുന്നു, എല്ലാം. 6-ാം ദിവസം ഹസ്ബൻഡിനോട് അച്ഛൻ പറയാണ് സോണിയ ഇനി ഗാനമേളയ്ക്ക് വിടല്ല കേട്ടോ, ഇനി ഗാനമേളയ്ക്ക് വിടില്ല, അവളെ ഇതിനല്ല ദൈവം വെച്ചേക്കെന്ന് പറയും. ശുശ്രൂഷകൾ തുടർന്ന് പോയപ്പോൾ പാട്ടുകൾ എഴുതാനും അത് കമ്പോസ് ചെയ്യാനും ഒക്കെ ഉണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് പാട്ടെഴുതാൻ അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഷിൻഡോച്ചൻ ഇങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ റൂമിൻ്റെ വാതിൽക്കൂടെ ഞാനിങ്ങനെ കടന്നു പോയപ്പോൾ ഒരു അച്ഛൻ എന്നെ കൂടെ അത് പറഞ്ഞു, സോണിയ നമ്മുടെ കൃപാലയത്തിൻ്റെ അമ്മയുടെ ഒരു പാട്ട് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞു. പപ്പയോട് പറഞ്ഞു. അപ്പം ഷിൻഡോച്ചൻ ഒരു രക്ഷയില്ല കേട്ടോ, എന്നെ കൊണ്ട് അറിയത്തില്ലാത്ത കാര്യം ചെയ്യും, ഞാൻ ധ്യാനത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്താൻ അറിയത്തില്ലാത്ത നമ്മൾ എങ്ങനെ ചെയ്യും. ഉടനെ പപ്പ പറഞ്ഞു സോണിയ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, അച്ഛൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് അറിയത്തില്ലല്ലോ, ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പപ്പായോട് പിന്നെ ദേഷ്യം, ഞാൻ പറഞ്ഞു നടക്കുകയല്ലാത്ത കാര്യം. എന്തോ പപ്പ ഇതും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോയി. ഞാൻ പപ്പ പോയ സമയത്തിന് പെട്ടെന്ന് എനിക്ക് തോന്നി എന്നാൽ ചുമ്മാ നോക്കാം. ഞാനിങ്ങനെ കീബോർഡൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഓർഗണൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കും ഈ മാതാവിൻ്റെ മുഖമാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, കൃപാലയത്തിൻ്റെ മാതാവിൻ്റെ മുഖം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൃപയുടെ അമ്മേ, കൃപാലയത്തിൻ്റെ അമ്മേ എന്നിങ്ങനെ ഒരു ചിന്ത എൻ്റെ മുകളിലോട്ട് വന്നു. ഞാൻ പേപ്പർ എടുത്ത് പെട്ടെന്ന് അതങ്ങ് എഴുതി വെച്ചു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തില്ലേ പുഞ്ചിരി തൂകുന്ന മാതാവേ, അതെന്നാ പറയാൻ കാരണം വെച്ചാൽ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുമ്പോൾ ഈ മാതാവിനെ നോക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ള. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുതി പുഞ്ചിരി തൂകുന്ന മാതാവേ, പുഞ്ചിരി തൂകും മാതാവേ എന്ന് എഴുതി. ആ ലൈൻ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു നിമിഷം ഞാനിങ്ങനെ ഓർത്തു, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ ഈ മാതാവൊക്കെ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്നാ, ചോദിപ്പവർക്കൊക്കെ
സാന്ത്വനമേകുന്ന അല്ലേ. അപ്പം മാധ്യസ്ഥമാണുള്ള പരിശുദ്ധമ്മയുടെ റോള് തന്നെ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് ചോദിപ്പവർക്കെല്ലാം മാധ്യസ്ഥ ശക്തിയാൽ സാന്ത്വനമേകണമേ, സാന്ത്വനമേകണേ എൻ്റെ അമ്മയെ. പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ഓർക്കും എൻ്റെ അമ്മയെന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ആ ഉള്ളിൻ്റെ ഒരു ഫീലിങ്സ് ഇത്രയും ഞാൻ ഇത്രയും എഴുതി കഴിയുമ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ എഴുതാൻ തോന്നും. അപ്പോൾ ഒരു 4 ലൈൻ ആയില്ലേ. അപ്പോൾ അടുത്ത സെക്ഷൻ പിന്നെയും ഇങ്ങനെ എനിക്ക് എന്തോ ഇങ്ങനെ കിട്ടി ഞാനെല്ലാം എഴുതി കൂട്ടി ഇങ്ങനെ വെച്ചു. അതാണ് പപ്പ പറഞ്ഞു, സോണിയ ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാനാണ് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് അച്ഛനെ ഒന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ പാട്ട് എഴുതി വെച്ചിട്ട് പപ്പായോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം മിണ്ടിയിട്ടില്ല. പിന്നീട് അച്ഛൻ ഇതുപോലെ തന്നെ എന്നോട് വീണ്ടും ചോദിച്ചു, പാട്ടെഴുതിയോ? അപ്പം ഞാൻ പറയാം, അച്ഛാ ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നാണക്കേടാവുള്ള കാര്യം പറയും, നാണക്കേട് അച്ഛന് മുമ്പിൽ കേൾപ്പിക്കാൻ നാണക്കേടാന്ന് പറയും. അപ്പോൾ ഊട്ടുപുരയിലിരുന്ന് ഞങ്ങൾ പറയുന്നത്, ഊട്ടുപുരി ഞാൻ ഉണ്ണാനിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി. അപ്പോൾ ജോബിനച്ഛൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ജോബിനച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യും, ചേച്ചി ഒന്ന് പാടിക്കേ, ഞാൻ നോക്കട്ടെ. കൃപയുടെ അമ്മേ, കൃപാലയത്തിനമ്മേ, പുഞ്ചിരി തൂകും മാതാവേ. കൃപയുടെ അമ്മേ, കൃപാ